സോ ബയോമെഡിക്കൽ പഠിച്ചാൽ ജോബ് കിട്ടില്ലെന്ന് പലരും പറയുന്ന കേട്ടു. ശരിക്കും ഒരു 8 ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് എന്നാ തോന്നുന്നത് വെച്ചാൽ 100% ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ബയോമെഡിക്കൽ. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഈസി അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ അതിൽ 100 പേര് പഠിച്ചാൽ ആകെ 2 പേർക്ക് ജോബ് കിട്ടും. പക്ഷെ നമ്മുടെ ബയോമെഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു 20 ടൈപ്സ് ഓഫ് ഡൊമൈൻസിന് മേലെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഡൊമൈനിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, കമ്പനീസിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ കുറെ വേരിയന്റ് ആയിട്ടുള്ള സെയിൽസ്, സർവീസ്, ആപ്ലിക്കേഷൻ, പിന്നെ വാലിഡേഷൻ, കാലിബ്രേഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാർ പൊതുവെ പറയുന്നത് ഇത് ജോബ് സാധ്യത ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബയോമെഡിക്കൽ എന്ന് പറയുന്നത്. പിന്നെ കോർ ഫീൽഡിൽ നിങ്ങൾ ജോബ് അന്വേഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ജോബിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ ബയോമെഡിക്കൽ പഠിച്ചു അതിൽ ജോബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കോറ് വിട്ട് IT ഫീൽഡോ അങ്ങനെയൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയും വരുന്ന നമ്മുടെ വീഡിയോസിൽ ജോബ്സിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ കണ്ടന്റ്സ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും.